നമ്മൾ ഈ മരിച്ചു ജീവിക്കും എന്നൊക്കെ പറയില്ലേ, അത്തരത്തിലൊരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ആദ്യമായി പോകുന്നത്. റോഡിലെ കുഴിയിൽ വീണ് അപകടമുണ്ടായി ജീവൻ നഷ്ടപ്പെട്ടവരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഗട്ടറിൽ വീണ് മരിച്ചയാൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയാലോ? അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. ഹരിയാനയിലാണ് ഇങ്ങനെ ഒരു സംഭവം അരങ്ങേറിയത്. ജീവൻ നിലച്ചെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ നിന്ന് ചിതയിലേക്ക് എടുക്കാൻ കൊണ്ടുപോകുന്നതിനിടയിലാണ് 80കാരന്റെ ഹൃദയം വീണ്ടും മിടിച്ചത്. ആശുപത്രിയിൽ ചികിത്സയിലാണ് ദർശൻ സിംഗ് ബ്രാർ. इलाज जो चल रहा है और चलने लगी परिवार के लोग काफी खुश है किसी व्यक्ति जिन्हें मृत घोषित कर दिया था उनकी सांसें एक बार फिर से चलने लगी. परिवार के लोग സ്നേഹമോൾ നൈനാനാണ് നമുക്കൊപ്പം ഉള്ളത്. സ്നേഹ, നമ്മൾ ഇത്തരത്തിലൊരു വാർത്ത, അതായത് മരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഹോസ്പിറ്റലുകാരൊക്കെ വിധി എഴുതി പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരുപാട് പേരെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ ഇതിനു മുൻപ് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. നമ്മൾ തത്സമയ റിപ്പോർട്ടിലൂടെ കൊടുത്തിട്ടുമൊക്കെയുണ്ട്. ഇപ്പോൾ ഇങ്ങനെ പക്ഷേ ഒരു ഗട്ടറിൽ ഈ വാഹനം വീണ് പിന്നീട് ഹൃദയം വീണ്ടും മിടിച്ചു, അങ്ങനത്തെ ഒരു വാർത്ത ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഒപ്പം തന്നെ ദർശൻ സിംഗ് ബ്രാറിന്റെ ആരോഗ്യനിലയെ പറ്റി നമുക്ക് പുതുതായി എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? തീർച്ചയായും സേതുലക്ഷ്മി, നമ്മൾ ഇതിനു മുൻപും, അതായത് ഒരാൾ മരിച്ചു എന്ന് കരുതി ശാസ്ത്രലോകം വിധി എഴുതിയ ഒത്തിരിയേറെ സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ അദ്ദേഹം ആരെങ്കിലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നമുക്ക് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു, അല്ലെങ്കിൽ ശവസംസ്കാരത്തിന് ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുള്ള അത്തരം സംഭവങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. ഒന്നും അല്ലെങ്കിൽ മുത്തശ്ശി കഥകളിലെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള സംഭവമാണ് നമ്മൾ ഹരിയാനയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് 80കാരനായ ദർശൻ സിംഗ് ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. വളരെയധികം സീരിയസ് ആയിരുന്നു അസുഖം. അതുകൊണ്ട് തന്നെ വെന്റിലേറ്ററിൽ 4 ദിവസം കഴിഞ്ഞു. 4 ദിവസം വെന്റിലേറ്ററിൽ കഴിഞ്ഞ ശേഷം ജീവൻ തിരിച്ചു കിട്ടിയില്ല. അദ്ദേഹം മരണപ്പെട്ടു എന്ന് ഡോക്ടർമാരെ വിധി എഴുതി. ശേഷം ശവസംസ്കാര ചടങ്ങുകൾക്കായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ആംബുലൻസിലേക്ക് മൃതദേഹം കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇവരുടെ ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് ഏകദേശം 100 കിലോമീറ്റർ അധികം ദൂരമുണ്ട്. ഈ ആംബുലൻസിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ വലിയൊരു ഗട്ടറിൽ ഈ ആംബുലൻസ് വീഴുകയാണ്. അപ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ കൈ അനങ്ങുന്നതായിട്ട് ഇദ്ദേഹത്തിൻ്റെ കൊച്ചുമകന് തോന്നി. അപ്പോൾ കൊച്ചുമകൻ സമീപത്തുള്ള ബന്ധുക്കളോട് പറഞ്ഞു, ഇതുപോലെ എനിക്ക് ഇദ്ദേഹത്തിൻ്റെ കൈ അനങ്ങുന്നതായിട്ട് എനിക്ക് തോന്നി എന്ന് പറഞ്ഞു. അപ്പോൾ ബന്ധുക്കൾ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് ഹൃദയം പിടിപ്പുണ്ട്. അവരൊന്നും നോക്കിയില്ല, നേരെ തന്നെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് ആംബുലൻസ് വെച്ച് പിടിക്കുകയാണ്. അപ്പോൾ ശേഷം ആശുപത്രിയിലെത്തി ഡോക്ടർമാർ പരിശോധിച്ചതിന് ശേഷം ഇദ്ദേഹത്തിന് ജീവനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു. അപ്പോൾ ഇപ്പോൾ നിലവിൽ ദർശൻ സിംഗിനെ ICUയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ദർശൻ സിംഗിൻ്റെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടാകും എന്നൊക്കെയാണ് ബന്ധുക്കളൊക്കെ പറയുന്നത്. എന്തായാലും ഇവിടെ ദർശൻ സിംഗിന് രക്ഷകനായി എത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത് റോഡിലെ ഖട്ടർ തന്നെയാണ്. പലർക്കും തീർച്ചയായും സ്നേഹ, കാരണം നമ്മൾ ഈ പല സമയങ്ങളിലും നമ്മൾ ഈ ഗട്ടറിനെ കുറിച്ച്, ഈ റോഡിൽ ഉണ്ടാവുന്ന ഗട്ടർ കുഴികളെ കുറിച്ചൊക്കെ നമ്മൾ എപ്പോഴും വാർത്തകൾ കൊടുക്കാറുണ്ട്. ഈ ഇങ്ങനത്തെ നമ്മൾ അധികാരികൾക്ക് എതിരെയൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. അതൊക്കെ സത്യവും തന്നെയാണ്. പക്ഷേ ഒരു ഗട്ടർ ഒരാളുടെ ജീവൻ തിരിച്ചു കൊണ്ടുവന്നു എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യം കൂടിയായി മാറുകയാണ്. എന്താണെങ്കിലും ദർശൻ സിംഗ് ബ്രാർ, അദ്ദേഹത്തിന്റെ ആരോഗ്യനില മെച്ചപ്പെടട്ടെ, അദ്ദേഹം വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യട്ടെ.